ഹലോ കൂട്ടുകാരെ, പത്രമാറ്റ് സീരിയലിലെ ഒരു പുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താന്ന് വെച്ചാൽ ചന്തുമോളുടെ പിറന്നാളൊക്കെ ആഘോഷിച്ചു. അതുപോലെ ചന്തുമോളെയും കൊണ്ട് ആദർശം നയനയും ടൂറിന് പോവുകയൊക്കെ ചെയ്തു. അതൊക്കെ നമ്മുടെ നവ്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നയനയോടും ആദർശനോടും കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ വെറുപ്പ് ഇപ്പം നവ്യയ്ക്ക് ചന്തുമോളോടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ അഭിയുടെ കള്ളത്തരങ്ങൾ കൂടി പിടിക്കപ്പെടുന്നത്. ജ്വല്ലറിയിൽ അഭി നടത്തുന്ന കള്ളത്തരങ്ങളെല്ലാം പിടിക്കപ്പെടുമ്പോൾ നമ്മുടെ നവ്യ വല്ലാതെ അങ്ങ് ആദർശനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ അവസാനം ഗതി കെട്ടിട്ട് ആദർശനെ ഒരുപാട് അങ്ങ് കുറ്റപ്പെടുത്തുമ്പോഴേക്കും ഒരു രക്ഷയില്ലാതെ വന്നപ്പോഴാണ് നമ്മുടെ നയന എല്ലാ സത്യങ്ങളും നവ്യയോട് വിളിച്ച് പറയുകയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നവ്യ അഭിയോട് പറയുന്നുണ്ട്, അവർ ആ ചന്തുമോളുടെ പിറന്നാൾ നല്ല രീതിക്ക് ആഘോഷിച്ചു. എന്നിട്ട് ആ കൊച്ചിനെയും കൊണ്ട് രണ്ടുപേരും കൂടെ ചുറ്റാൻ പോയേക്കുമല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ ആ ഫോട്ടോസും കൂടെ എടുത്ത് അയച്ചു തന്നേക്കുന്നു. ഇതൊന്നും ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അഭിയും പറയുന്നുണ്ട്, ശരിയാ, അവർ കാണിക്കുന്നതൊക്കെ വളരെ മോശമായ കാര്യം തന്നെയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ജീവിക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാന്നൊക്കെ പറയുകയാണ്. നവ്യ പറയുന്നുണ്ട്, ഇപ്പം ഇവിടെ എനിക്ക് താമസിക്കാനേ തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ തറവാട് വീതം വെച്ച് നമ്മുടെ ഷെയർ നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാമായിരുന്നു. നേരത്തെയൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അതിനോട് എനിക്ക് താല്പര്യമില്ല. ഇവിടെ അങ്ങനെ താമസിക്കുമ്പോൾ എന്തോ ഒരു വിമിഷ്ടം പോലെയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അഭിയും പറയുന്നുണ്ട്, അതിനെന്താ, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഷെയർ ചോദിച്ചു തന്നാൽ ആ മുത്തശ്ശനും മുത്തശ്ശിയും നമുക്ക് തരുമെന്നൊന്നും തോന്നുന്നില്ല. ഞാനെന്തായാലും ഇവിടുത്തെ ദത്തുപുത്രിയുടെ മകനല്ലേ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ അധികമൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് മോഹിച്ചിരിക്കുകയും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതലും ആദർശനും അനിക്കും ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്. കാരണം അവരല്ലേ ശരിക്കും മുത്തച്ഛൻ്റെ കൊച്ചുമക്കള്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തന്നെങ്കിൽ തന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള രീതികളൊക്കെയാണ് ഇവിടെ തുടരുന്നതെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കും. ഇതും കൂടെ കാണേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. കിട്ടുന്ന അവസരങ്ങളൊക്കെ മുതലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നവ്യനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അബിക്ക് ഒരു ബ്രാഞ്ചിന്റെ ചുമതല മുത്തച്ഛൻ അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അബി ഭയങ്കര സന്തോഷത്തോടെ തന്നെ ചെന്ന് മുത്തച്ഛനോട് മുത്തശ്ശിയോടൊക്കെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് പോവുകയാണ്. മുത്തച്ഛനും മുത്തശ്ശിയെ അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അബിയുടെ കള്ളത്തരങ്ങളെല്ലാം അവർക്കറിയാം. ജ്വല്ലറിയിൽ അട്ടിമറി നടത്തിയിരിക്കുന്നത് അബിയാണെന്നുള്ള കാര്യം മുത്തശ്ശന് നല്ല ഉറപ്പാണ്. ഇനിയിപ്പോൾ ഒരു ബ്രാഞ്ചിന്റെ ചുമതലയും കൂടെ അവനെ ഏൽപ്പിക്കുമ്പോൾ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ബ്രാഞ്ച് ഇനി എങ്ങനെയാകും എന്നൊക്കെ ഉള്ളത് മുത്തശ്ശനും കൂടെ നോക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ മുത്തശ്ശൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അബിയാണെങ്കിൽ ആ ട്രാപ്പിൽ വീഴുകയും ചെയ്യുന്നുണ്ട്. അബി നവിയോട് പറയുന്നുണ്ട്, ഒരു ബ്രാഞ്ചിന്റെ ചുമതല എങ്ങനെയൊക്കെയോ തന്നു. മുത്തശ്ശനോടും മുത്തശ്ശിയോടും നീ ചെന്ന് ബഹളം വെച്ചത് കൊണ്ടാണ് അവരത് തന്നത്. ആദർശൻ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. അവനെപ്പോഴും അവൻ്റെ കാര്യം മാത്രമേ സേഫ് ആക്കുകയുള്ളൂ. അവൻ അവൻ്റെ കാര്യങ്ങൾക്ക് മാത്രമേ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയുള്ളൂ. അവൻ്റെ ഭാര്യ, അമ്മ, ഇതൊക്കെ തന്നെയാണ് അവൻ നോക്കുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞിനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം കൂടെ നോക്കാനേ അവന് നേരമുള്ളൂ. അല്ലെങ്കിലും അവൻ എന്നെ ജ്വല്ലറിയുടെ ചുമതലയൊന്നും ഏൽപ്പിക്കാൻ സമ്മതിക്കില്ല. പക്ഷേ നീ അന്ന് കടമ്പിടുത്തം പിടിച്ചുകൊണ്ടാണ് കേട്ടോ മുത്തശ്ശൻ അങ്ങനെ ചെയ്തു തന്നത്. ഇനിയിപ്പോൾ കണ്ടോണം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അബി, ഇനിയെങ്കിലും നീ നന്നായിട്ട് അവിടെ പെർഫോം ചെയ്യണം. അവിടെ ചെയ്തെങ്കിൽ മാത്രമേ ആദർശിനേക്കാളും മുകളിൽ നിനക്ക് എത്താൻ പറ്റുള്ളൂ. അയാൾ കണ്ടില്ലേ, എല്ലാം അടക്കി പിടിച്ചേക്കുവാണ്. MD സ്ഥാനവും അയാൾ കൈക്കലാക്കി ഇരിക്കുകയാണ്. നീ ഇച്ചിരി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിന്റെ കഴിവ് അവിടെ തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ പടിപടിയായിട്ട് നിനക്ക് ഉയരങ്ങളിലെത്താം. ആദർശിനേക്കാൾ ഉയരങ്ങളിലെത്താം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അബിയും പറയുന്നുണ്ട്, ഇനി നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നീ കണ്ടോണം ഞാൻ ഇനി അവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം. ഞാനങ്ങനെ ആദർശിനേക്കാൾ ഉയരങ്ങളിൽ തന്നെ എത്തി. എല്ലാവരെയും ഞാൻ ഞെട്ടിപ്പിക്കുന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ വീരവാദമൊക്കെ ഇറക്കി അബി ജ്വല്ലറിയുടെ ചാർജൊക്കെ ഏറ്റെടുക്കുകയാണ് കേട്ടോ. അപ്പം നയനയും ആദർശും കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അബിക്ക് ജ്വല്ലറിയുടെ ചുമതലയൊക്കെ നമ്മൾ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ ഇനിയിപ്പോൾ അത് എങ്ങനെയാകുമെന്ന് അറിയില്ലല്ലോ. ഇനി നന്നായിട്ട് പോകുന്ന ജ്വല്ലറി അവനായിട്ട് കുളമാക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെങ്ങനെയെങ്കിലും ആകട്ടെ, അവൻ എന്തായാലും നേരായ രീതിക്കും നല്ലപോലെ ഒന്നും ആ ജ്വല്ലറി നോക്കത്തൊന്നുമില്ല. നല്ല രീതിയിൽ പോകുന്ന ജ്വല്ലറി ആയിരുന്നു അത്. അത്യാവശ്യം നല്ല ബിസിനസ് അവിടെ നിന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് എന്താവുമെന്ന് കണ്ടറിയണം എന്നൊക്കെ പറയുകയാണ്. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എല്ലാം അറിഞ്ഞിട്ടും അബിക്ക് എന്തിനാണ് ബ്രാഞ്ചിന്റെ ചുമതല കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും കള്ളത്തരങ്ങളൊക്കെ അവൻ ചെയ്ത് കൂട്ടിയിട്ടും പിന്നെയും അവൻ ഈ ചുമതല ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടിട്ടാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുകയാണ്, അതിൽ സംശയമൊന്നുമില്ല. മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും കാണാതെ എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. ഇപ്പം തൽക്കാലത്തേക്ക് നവ്യയെ ഓർത്തിട്ട് മാത്രമായിരിക്കും അബി ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെ ഇനി അവൻ എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ടേ മുത്തശ്ശൻ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജലജയും ജാനകിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജാനകി പറയുന്നുണ്ട് ജലജയോട്,
അബി ഒരു ജ്വല്ലറിയുടെ ചുമതല മുത്തച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അനിയെ 2 ജ്വല്ലറിയുടെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുകയാണ് കേട്ടോ. അപ്പൊ ജലജ പറയുന്നുണ്ട്, അതെ, ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഇപ്പം അബിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് നാളുകൊണ്ട് പറയുന്ന അത്. പക്ഷെ അത് ചെയ്യാനായിട്ട് മുത്തച്ഛനും മുത്തശ്ശിയും ഒന്നും തയ്യാറല്ലായിരുന്നു. അതിനൊക്കെ ഈ ആദർശ് സമ്മതിക്കുകയില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ഇത് തന്നെ ഇപ്പം നവ്യ ഒരുപാട് നിർബന്ധിച്ചിട്ടാ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ സമ്മതിച്ചേക്കുന്നത്. അവളെ വിഷമിപ്പിക്കണ്ടെന്ന് ഓർത്തിട്ട്. എന്തായാലും അബി ഇനി അത് നോക്കിയും കണ്ടുമൊക്കെ ചെയ്ത് അവനേക്കാൾ ഉയരങ്ങളിലെത്തും എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുകയാണ് കേട്ടോ. അപ്പൊ ജാനകിയും പറയുന്നുണ്ട്, അബിയുടെ സ്വഭാവമല്ലേ, അവനത് ശരിക്കും നോക്കിക്കൊണ്ട് പോകുമെന്നുള്ളത് ആർക്കറിയാം. അങ്ങനെ നല്ലവണ്ണം നോക്കി ഉയരങ്ങളിലെത്തിയ അവന് തന്നെ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അനി 2 3 ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് അവനെ. പക്ഷെ അവൻ അവിടെ ചെല്ലുന്നു പോലുമില്ല. അവനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ, എന്നെയും കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോ, ഞാൻ കാര്യങ്ങളൊക്കെ നോക്കി നടത്താം, ഞാൻ ജ്വല്ലറിയിലേക്ക് പോയിക്കോളാം. അങ്ങനെ ആകുമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനമെങ്കിലും ഉണ്ടായ. ഇതിപ്പോൾ പേരിന് അവനെ ഏൽപ്പിച്ചെന്നല്ലാതെ അവൻ പാട്ടും പാടി കണ്ടവൾമാരുടെ പിറകെ നടക്കുകയല്ലേ ചെയ്യുന്നത്. ആ പരിസരത്ത് പോലും പോകുന്നില്ല അവൻ. അവൻ പറയുന്ന ആട്ടെ, അവിടെ പരിചയമുള്ള മാനേജർമാരായിരിക്കുന്നത്, അവർ കാര്യങ്ങളൊക്കെ ചെയ്തോളും. പിന്നെ ഞാൻ എപ്പോഴും അവിടെ പോയി ഇരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആദേശേട്ടനുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ. എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യാൻ അറിയുന്ന മാനേജർമാരെയും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവനൊരു കൂസലുമില്ലാതെ ഇങ്ങനെ നടക്കുകയെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അവനോട് ഞാനും ഒരുപാട് തവണ ഉപദേശിച്ചതാ നല്ല രീതിക്ക് അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ. അപ്പോൾ അനാമിക പറയുകയാണ്, അതെ, ആദർശേട്ടനെ കണ്ടില്ലേ, ഇപ്പോൾ ഓരോ പ്രോജക്റ്റുകളും ഒക്കെ ചെയ്ത് നേടിയെടുത്ത് MD സ്ഥാനം കൈയാളുന്നത്. അതുപോലെ ഇവനും നല്ലപോലെ ചെയ്തിരുന്നെങ്കിൽ കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയാലല്ലേ ഇവനും ഉയരങ്ങളിൽ എത്തുകയുള്ളൂ. അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല. അവന്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു കരാട്ടക്കാരി മാത്രമാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പൊ ജലജയും പറയുന്നുണ്ട്, അതെ, ആദർശിന്റെ കയ്യിൽ നിന്ന് ഇപ്പം ഇത്രയെങ്കിലും കിട്ടിയതൊക്കെ ഭാഗ്യവാ. അല്ലെങ്കിൽ എൻ്റെ മോനെ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ നടക്കേണ്ടി വന്നേനെ. ആ നവ്യ ഉണ്ടല്ലോ, അവനെ തിളപ്പിച്ച് വിട്ടുകൊണ്ടത് മാത്രമാ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നെന്ന് പറയുകയാണ് കേട്ടോ. അനാമിക പറയുന്നുണ്ട്, ശരിയാ, നവ്യയും നയനും കൂടെ ഇപ്പൊ നല്ല ദേഷ്യത്തിലാ. നയനയോടും ആദർശിനോടും നല്ല ദേഷ്യത്തിൽ തന്നെയാണ് നവ്യ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. ഒന്നും കൂടി അവളെ ഒന്ന് തിളപ്പിച്ച് വിട്ടാൽ ചേച്ചി അനിയത്തിയും കൂടെ അടിച്ചു പിരിയുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അങ്ങനെ ചിലതൊക്കെ കാണാൻ സാധിച്ചാൽ അതിൽ പരം സന്തോഷമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം ജലജയും പറയുന്നുണ്ട്, ശരിയാ അനാമികയെ, കിട്ടുന്ന അവസരത്തിലൊക്കെ ഞാൻ നവ്യയെ നല്ലതായിട്ട് ചൂട് പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ ചെന്നിട്ട് നല്ല രീതിക്ക് തന്നെ അവളുടെ അനിയത്തിയോടും ആദർശനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. മുത്തച്ഛനോടും മുത്തശ്ശിയോടും വരെ നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ ചെന്ന് എത്തിക്കുന്നുണ്ട്. അതൊന്നും അച്ഛൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കനത്ത തിരിച്ചടി കൊടുത്ത് ഇറക്കി വിടാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് സഹിക്കുക തന്നെയാ. അച്ഛൻ നവ്യനെ ചീത്ത പറഞ്ഞു എന്നൊക്കെയാ പറയുന്നേ. നിന്റെ ഭാര്യയുടെ സംസാരം ഞങ്ങൾക്ക് അത്ര പിടിക്കുന്നില്ല എന്നൊക്കെയാ പറഞ്ഞത് അബിയോട്. അബിയും ഞാനും കിട്ടുന്ന സമയത്തൊക്കെ അവളുടെ മനസ്സിലാക്കി വിഷം കുത്തിക്കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ഞാനും അതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി മയത്തിലൊക്കെയാ നിൽക്കുന്നത്. ഞാനും അതിന് എന്നെ ശ്രമിക്കും. അവളുമാരിപ്പോ അത്രയ്ക്ക് ഞെളിഞ്ഞ് സുഖിച്ച് ഇവിടെ ജീവിക്കണ്ട. നന്ദാവനത്തിലെ പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊന്നും ഇവിടെ വന്ന് വാഴാനുള്ള യോഗ്യതയില്ല. ഇനി ഒരുത്തിയും കൂടെ ഉണ്ടല്ലോ, അവളെയും കൂടെ ഇവിടെ കയറ്റാനല്ലേ ഇവരുടെ ശ്രമം. അതുകൊണ്ട് അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില കളികളും കൂടെ ഞാൻ കളിക്കുമെന്ന് അനാമികയും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നയനയുടെ ബർത്ത്ഡേ വരുന്നത്. നയനയുടെ ബർത്ത്ഡേ വരുമ്പോഴേക്കും നമ്മുടെ ആദർശ് നയനയെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു വലിയ ഗിഫ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. ഒരു 10 പവൻ്റെ മാലയാണ് നമ്മുടെ ആദർശ് നയനക്ക് ഗിഫ്റ്റായിട്ടും കൊടുക്കുന്നത്. ആകെ മൊത്തത്തിൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ ബാക്കി എല്ലാവരും. വൈകുന്നേരം ഒരു സെലിബ്രേഷനൊക്കെ വെക്കുകയാണ് നമ്മുടെ നയനയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ജലജയ്ക്കും ജാനകിക്കും അനാമികയ്ക്കും നവ്യയ്ക്ക് പോലും അതങ്ങോട്ട് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ 3 പേരും കൂടെ പറയുന്നുണ്ട്, കണ്ടോ അവളുടെ പിറന്നാൾ വരെ ഇവിടെ ആഘോഷമായിട്ടാണ് നടത്തുന്നത്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇനി എന്ത് വേണം? അയാൾ ഇത്രയും തെറ്റുകളൊക്കെ കാണിച്ചിട്ടും അവൾ അതെല്ലാം ക്ഷമിച്ച് കൂടെ നിൽക്കുന്നതേ ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാ. അയാളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അനന്തപുരിയിലെ സ്വത്തുക്കളും ഈ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ആഗ്രഹിച്ചിട്ട് തന്നെയാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവളുടെ പിറന്നാൾ ആഘോഷിക്കാൻ ഏട്ടത്തിയും അച്ഛനും അമ്മയും ഒക്കെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ജലജ പറയുകയാണ് കേട്ടോ. അപ്പൊ ജാനകിയും പറയുന്നുണ്ട്, ശരിയാ, ഇപ്പൊ മറ്റാരെക്കാളും ഒരു അംഗീകാരം കിട്ടുന്നത് നയനയ്ക്ക് തന്നെയാ. എന്നാ ദേ അനാമിക മോള്, അവൾ ഇവിടെ ഉണ്ടല്ലോ, അവളുടെ പിറന്നാൾ എന്നാന്നോ മറ്റു കാര്യങ്ങൾ എന്നാന്നോ അത് ആഘോഷിക്കണമെന്നോ പോലും ആരും ചോദിക്കുന്നുമില്ല. അതൊന്നും അറിയാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. എന്തിന്? അനി പോലും അതൊന്നും തിരക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ ജാനകി. അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയുന്നുണ്ട്, അനി പോലും എന്നോടൊരു കാര്യം ചോദിക്കോ എനിക്കൊരു ഗിഫ്റ്റ് മേടിച്ച് തരുവോ ചെയ്യുന്നില്ല. ഇതിപ്പോൾ നയനയ്ക്ക് കണ്ടില്ലേ, ആളാ വീതം ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. കണ്ടോണം, ഇന്നത്തെ സെലിബ്രേഷനിൽ അവൾക്ക് കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ പോരാത്തതിന് വല്യമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കൊടുക്കും. എല്ലാം കൂടെ മേടിച്ച് അവൾ ഞെളിഞ്ഞ് നിൽക്കുന്നത് കാണണമല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാനാ തോന്നുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, നീ ഇപ്പം നിന്റെ വീട്ടിലേക്ക് പോകണ്ട മോളെ, ഇതൊക്കെ നമുക്ക് കാണണം. ഇതൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് നയനേനും നവ്യേനും കൂടെ അടിച്ച് പിരിയിപ്പിക്കാൻ.
അത് കാണുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷമാകുമല്ലോ. അങ്ങനെ ഈ വീട്ടിലൊരു കലഹം ഉണ്ടാക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം എല്ലാവരും ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ നയനയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആരംഭിക്കുകയാണ് കേട്ടോ. നയനയ്ക്ക് ആദർശ് ഒരു 10 പവൻ്റെ മാലയാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പൊ നയന പറയുന്നുണ്ട്, "ആദർശേട്ടാ എനിക്കിപ്പോ ഈ ഗിഫ്റ്റ് ഒന്നും വേണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള നെക്ലേസുകളൊന്നും തന്നെ ഞാനിപ്പോ ഇട്ടോണ്ട് നടക്കാനൊന്നും പോണില്ലല്ലോ. ഇതിന് മുമ്പാണെങ്കിലും മുത്തശ്ശി എനിക്ക് കുറേയധികം സ്വർണ്ണങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ പഴയ സ്വർണ്ണങ്ങളൊക്കെ ആയിട്ട് ലോക്കറിൽ ഒരുപാട് സ്വർണ്ണങ്ങൾ ഇരിപ്പുണ്ടല്ലോ. ഇതൊന്നും ഞാൻ അധികം ഇടാറില്ലല്ലോ ആദർശേട്ടാ. പിന്നെ ഇപ്പം ഇത് എനിക്കായിട്ട് കൊണ്ടുവരണ്ടായിരുന്നു" എന്നൊക്കെ അങ്ങനെ പറയാണ് ട്ടോ. അല്ലെങ്കിലും ഇത്രയും വലിയ ഗിഫ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ആദർശേട്ടാ. എനിക്കെന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ജലജയ്ക്കും ജാനകിക്കും അനാമികയും ഒക്കെ കൂടെ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അവരിങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. അവളുടെ ഭവ്യത കണ്ടില്ലേ? ഇത്രയും വലിയ നെക്ലേസ് എനിക്ക് എന്തിനാണ്? അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് അങ്ങ് കൊടുത്താൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുകയാണ്, "ഇപ്പം നീ നോക്കിയിരുന്നോ? 10 അല്ല ഒരു 5 പവൻ്റെ നെക്ലേസ് പോലും നിനക്ക് കിട്ടില്ല മോളെ. കാത്തിരുന്നു" എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഈ നയനയുടെ പിറന്നാൾ ആഘോഷത്തിനും നവ്യ ഇറങ്ങി വരുന്നേ ഉണ്ടായിരുന്നില്ല. നവ്യ ചെന്ന് നയനെ വിളിക്കുന്നുണ്ട്. ചേച്ചി എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. എല്ലാവരും റെഡിയായി ഇരിക്കുകയാണ്. ചേച്ചി എന്താ താഴോട്ട് ഇറങ്ങി വരാത്തതെന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, "എൻ്റെ പൊന്നു നയനെ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. നിന്നോട് എനിക്ക് ഒരു വെറുപ്പുമില്ല. നിന്റെ പിറന്നാൾ ആഘോഷത്തിന് ഞാൻ ഉറപ്പായും വന്നേനെ. പക്ഷേ ആ ആദർശ് അയാളല്ലേ ഇതെല്ലാം നടത്തുന്നത്. നിനക്ക് വലിയ വലിയ സമ്മാനങ്ങളൊക്കെ തരുന്നത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ കാണുകയും വേണം. എന്തിനാ എല്ലാവരും ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ മേടിച്ചു തരുന്നത്? നിനക്ക് കുറച്ചെങ്കിലും നാണം തോന്നുന്നില്ലേ? നീ ഇതിനൊക്കെ എന്തിനാ നയനെ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നത്? എല്ലാ തെറ്റുകളും കണ്ട് മനസ്സിലാക്കി അറിഞ്ഞിട്ടുമൊക്കെയും നീ അവരുടെ കൂടെ നിൽക്കുന്നതിനുള്ള പ്രതിഫലമായിട്ടാണ് അവർ നിനക്ക് ഈ ഗിഫ്റ്റൊക്കെ തരുന്നത്. ഈ ഗിഫ്റ്റുകളൊക്കെ കണ്ടാണോ നീ മയങ്ങുന്നതെന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നയന ചോദിക്കുന്നുണ്ട്, "എന്താ ചേച്ചി? എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? അവരെനിക്ക് സ്നേഹത്തോടെ തരുന്ന ഗിഫ്റ്റുകളല്ലേ? അതൊക്കെ ഞാൻ എന്തിനാ വേണ്ടെന്ന് വെക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല" എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, "എടി ആദർശിന്റെ കുഞ്ഞിനെ സ്വന്തം കൊച്ചായിട്ട് ഏറ്റെടുത്ത് വളർത്തുന്നോണ്ടല്ലേ അത് അയാൾ നിനക്ക് ഇതൊക്കെ തരുന്നത്. അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് അയാളുടെ കൂടെ നീ ജീവിക്കുന്നില്ലേ? അതിനൊക്കെയുള്ളൊരു പരിഹാരമായിട്ടാ അയാള് നിനക്ക് ഈ ഒരു ഗിഫ്റ്റ് തന്നതും നിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്നതും ഒക്കെ. അതുകൊണ്ട് ഇതൊക്കെ വാങ്ങിച്ചെടുക്കുമ്പോൾ നിനക്ക് നാണം തോന്നുന്നില്ലെന്നാ ഞാൻ ചോദിച്ചതെന്നൊക്കെ പറയാണ്." അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, "ചേച്ചി എന്തിനാ ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നത്? ചേച്ചിയുടെ 7ാം മാസത്തെ കൂട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ ആ ഒരു സംഭവം ചേച്ചി ഒന്ന് ഓർത്തു നോക്കിയേ. ചേച്ചിക്ക് ഉടുക്കാനുള്ള സാരി പോലും അഭി മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു തന്നില്ലല്ലോ. ആദർശേട്ടനല്ലേ ചേച്ചിക്ക് അതെല്ലാം മേടിച്ചു തന്ന് ആഘോഷമാക്കി നടത്തിയത്. അതൊക്കെ ആദർശേട്ടന് എന്ത് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അങ്ങനെയൊക്കെ ചെയ്തത്? എനിക്കിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് മറ്റൊന്നും ഉദ്ദേശിച്ചല്ല. ആ സന്തുമോളെ സ്വന്തം മോളായിട്ട് വളർത്തുന്നതുകൊണ്ടുമല്ല. ഇനിയിപ്പോൾ ഇതൊക്കെ എനിക്ക് തന്നില്ലെങ്കിലും അങ്ങനെയൊക്കെയേ സംഭവിക്കുകയുള്ളൂ. ആദർശേട്ടന് എനിക്ക് ഒരുപാട് വിശ്വാസമാണ്. ആദർശേട്ടൻ പറയുന്നതിലും ചെയ്യുന്നതിലൊക്കെ ചില കാരണങ്ങളുണ്ട്. ആർക്കും ഉപദ്രവം വരുന്ന ഒരു കാര്യം ആദർശേട്ടൻ ചെയ്യില്ല" എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. സ്വന്തം കുടുംബം നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ത്യാഗം ചെയ്താണ് ആദർശേട്ടൻ ജീവിക്കുന്നതെന്നൊക്കെ പറയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ നവ്യയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഉടനെ തന്നെ നവ്യ പറയുന്നുണ്ട്, "എന്തിനും ഏതിനും അബിയെ കുറ്റം പറഞ്ഞ് നടക്കുന്നവരാ ഇവിടെയുള്ള എല്ലാവരും. ഞാനും പല പ്രാവശ്യം അബിയെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഞാനും അപ്പോഴൊക്കെ ഓർത്തായിരുന്നു ആദർശേട്ടൻ്റെ ഭാര്യയായാൽ മതിയായിരുന്നു എന്നൊക്കെ. ഇപ്പം ഞാൻ ഓർക്കുകയാണ്, അബിയുടെ സ്വഭാവം അന്ന് കൊള്ളില്ലായിരുന്നുവെങ്കിലും അവനെ തന്നെ കല്യാണം കഴിച്ചത് നന്നായെന്ന്. ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ ജീവിതം കൊട്ടിച്ചോറാകുകയില്ലായിരുന്നോ? ഇങ്ങനെ ഒരു കൊച്ച് എവിടെന്നെങ്കിലും വന്ന് കയറുമ്പോഴേക്കും എനിക്കത് സഹിക്കാനും പറ്റില്ലായിരുന്നു. ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തേനെ. ഇതിപ്പോൾ എന്തായാലും നന്നായി. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു നയനെ. എനിക്ക് താഴെ ഇറങ്ങി വന്ന് ആ നാടകമൊന്നും കാണേണ്ട കാര്യമില്ല. അതുകൊണ്ട് നീ പോയി നിന്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേഷൻ ചെയ്തോ. ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കി ഇവിടെ ഇരുന്നോളാം" എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിറന്നാളാഘോഷത്തിൽ നയനയ്ക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ മേലാതിരിക്കുകയാണ് കേട്ടോ ബാക്കിയുള്ളവർ. അത് കഴിയുമ്പോഴേക്കും അനാമിക ജലജയോട് പറയുന്നുണ്ട്, "ഞാനൊരു കാര്യം ചെയ്യട്ടെ. നവ്യയുടെ അടുത്ത് ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. അവളെ ഒന്ന് ചൂടാക്കി വിടണം. ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു കൊടുക്കാം. മുത്തശ്ശനും മുത്തശ്ശിയും വല്യമ്മയും ഇളയച്ചനും വലിയച്ഛനും ഒക്കെ കൂടെ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലേ, അക്കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് അവളെ ഒന്ന് ചൂട് പിടിപ്പിക്കട്ടെ. എങ്കിൽ പിന്നെ അവർ തമ്മിൽ പിണങ്ങാൻ ഇതും ഒരു കാരണമായിക്കോളും" എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ജലജയും പറയുന്നുണ്ട്, "എന്നാൽ ചെല്ലുമോളെ, ചെന്ന് അവളെ ചൂട് പിടിപ്പിക്കുക. നിരന്തരം അവക്കിട്ട് ഇതുപോലെയുള്ള ഓരോ ഡോസുകൾ കൊടുത്താലേ അവൾ വേണ്ട രീതിക്ക് പ്രവർത്തിക്കുള്ളൂ" എന്നൊക്കെ ജലജയും പറയുകയാണ് കേട്ടോ. "ഞാൻ എന്തായാലും പോയി അവളെ ഒന്ന് ചൂട് പിടിപ്പിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക നവ്യയുടെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ചെല്ലുമ്പോഴേക്കും നവ്യ കുഞ്ഞിനെ ഉറക്കുകയായിരിക്കും. അപ്പോഴേക്കും നവ്യയോട് അനാമിക ചോദിക്കുകയാണ്, "എന്താ അനിയത്തിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ താഴോട്ട് ഇറങ്ങി വരാൻ ഞാൻ എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. "സെലിബ്രേഷൻ നല്ല രീതിക്ക് തന്നെ നടത്തുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ മാത്രം എന്താ വരാതിരുന്നതെന്നൊക്കെ" ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, "എനിക്ക് അങ്ങനെ വന്ന് അതൊന്നും കാണണമെന്ന് താല്പര്യം തോന്നിയില്ല. അങ്ങനെയുള്ള നാടകങ്ങളൊന്നും കണ്ട് അഭിനയിക്കാൻ എന്നെ കിട്ടുകയില്ല" എന്ന് നമ്മുടെ നവ്യ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക ചോദിക്കുന്നുണ്ട്, "അതെന്താ ഇപ്പം നാടകമായി പോയത്? നിങ്ങൾ ചേട്ടത്തി അനിയത്തിമാർ 3 പേരും ഒറ്റക്കെട്ടായിരുന്നല്ലോ. എന്നിട്ടിപ്പം സ്വന്തം അനിയത്തിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നിട്ട് ഇറങ്ങി വരാത്തത് എന്താണെന്നല്ലേ ചോദിച്ചുള്ളൂ" എന്നൊക്കെ പറയുകയാണ് കേട്ടോ.
അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. നയനയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ആദർശ് ചെയ്ത തെറ്റ് അവിടെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ അവളെ സോപ്പിട്ട് ഇങ്ങനെ കൂടെ നിർത്തിയേക്കുന്നത്. അത് മറയ്ക്കാനായിട്ട് പല കാര്യങ്ങളും അയാൾ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തെന്നിരിക്കും. അതൊന്നും കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്കിതൊന്നും കാണാനും വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരാനെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇന്ന് ആദർശേട്ടൻ 10 പവൻ്റെ ഒരു മാലയാണ് അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തത്. എന്തൊരു ഭാഗ്യമാണെന്ന് നോക്കിക്കോണേ. ചുമ്മാതാണോ അവള് എല്ലാം സഹിച്ചും ക്ഷമിച്ചും അയാളുടെ കൂടെ ജീവിക്കുന്നത്? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ നയന ഇങ്ങനെ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഇങ്ങനെ നിൽക്കുന്നത് അനന്തപുരിയിലെ സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെയാണെന്ന്? വല്യമ്മയ്ക്ക് കരൾ പോലും കൊടുത്തത് അവൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാ. അതുകൊണ്ട് ഇപ്പൊ വല്യമ്മയുടെയും പ്രിയപ്പെട്ടവളായില്ലേ അവള്. അത് കാരണം അന്ന് ആ കരൾ അവർക്ക് പകത്ത് കൊടുത്തത് കൊണ്ടല്ലേ. എണ്ണിയാൽ ഒടുങ്ങാത്ത അനന്തപുരിയിലെ സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെ അവൾ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളിലും അവർ കൂട്ടു നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ടോ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ എല്ലാവരും കൂടെ എൻ്റെ മെക്കിട്ട് കയറാൻ വരുമായിരുന്നു. ഇപ്പം കണ്ടില്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടോ 10 പവൻ്റെ മാല? പോട്ടെ, നിങ്ങളുടെ കുഞ്ഞ് ഇവിടെ വന്നിട്ട് എത്ര നാളെ? നിങ്ങളുടെ കുഞ്ഞിനെങ്കിലും ആരെങ്കിലും സമ്മാനമായിട്ട് എന്തെങ്കിലും തന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഉടനെ തന്നെ നവ്യ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും ആഗ്രഹമില്ല. എനിക്ക് അത്രയും വലിയ മാല വേണമെന്നും ആഗ്രഹിക്കുന്നില്ല. അവൾ ഇതിനൊക്കെ കൂട്ടു നിന്നുകൊണ്ടായിരിക്കാം അവൾക്ക് അയാൾ ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. പിന്നെ എൻ്റെ അബിക്ക് അത്രയും പൈസയൊന്നും ഇല്ലല്ലോ ഇത്രയും വലിയ മാലയൊന്നും മേടിച്ചു തരാനായിട്ട്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ അങ്ങനെയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ മേടിച്ചു തന്നില്ലെങ്കിലും നിങ്ങളുടെ കൂടെയെങ്കിലും ഉണ്ടല്ലോ. എൻ്റെ അനിയോ എൻ്റെ ഭർത്താവോ ഞാൻ ഇവിടെ ഉള്ളതായിട്ട് പോലും അവൻ എന്നെ പരിഗണിക്കുന്നില്ല. ഒരു ഗിഫ്റ്റ് പോയിട്ട് എന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അയാൾക്ക് മാത്രം ഇവിടെ എല്ലാം ചെയ്യാൻ പറ്റും. അയാൾ എന്ത് തെറ്റ് ചെയ്താലും അതൊന്നും ഒരു പ്രശ്നമല്ല. അയാളെ എല്ലാവരും സ്നേഹിക്കുകയും ചെയ്യും. എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ മറച്ചു പിടിക്കാനും ഇവിടെ ആൾക്കാരുണ്ട്. അയാൾക്ക് ഇതൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ ബ്രാഞ്ചിൻ്റെയും ചുമതല അയാളുടെ കയ്യിലല്ലേ ഏൽപ്പിച്ചേക്കുന്നത്. അയാൾ എല്ലാത്തിൻ്റെയും MD ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അയാൾക്ക് ഇഷ്ടാനുസരണം പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനൊന്നും ഇവിടെ ആരും ഒന്നും ചോദിക്കുന്നില്ല. ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തിട്ടും എല്ലാം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആദിച്ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ബലത്തിലാണ് ഇപ്പം നായനക്ക് ഈ മാല വാങ്ങി കൊടുത്തേക്കുന്നത് പോലും. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ പുറമ്പോക്കുകൾ തന്നെയാ. പിന്നെ ഇവിടുത്തെ ദത്തുപുത്രയുടെ മകൻ്റെ ഭാര്യയല്ലേ നിങ്ങൾ? അതായത് അനാഥയായ അപ്പച്ചിയുടെ മരുമകൾ. അപ്പോൾ ആ ഒരു സ്ഥാനമേ നിങ്ങൾക്കും അവർ തന്നിട്ടുള്ളൂ. അനിയാണെങ്കിൽ എന്നെ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പുറമ്പോക്ക് പോലെ തന്നെയാണ് ജീവിക്കുന്നത്. ശരിക്കും ഇവിടുത്തെ മരുമകളും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതും ഒക്കെ ആ നയനയാ. നയനെ മാത്രമേ ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കും അതുപോലെ എല്ലാവർക്കും ഇഷ്ടം. അതെങ്ങനെയാ? ആദർശന്റെ ഭാര്യയല്ലേ നയന. നിനക്കിങ്ങനെ പറയുകയാണ് കേട്ടോ അനാമിക. എന്നിട്ട് അനാമിക അവസാനം ഒന്നും കൂടെ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നോക്കിയും കണ്ടും നിന്നാൽ നിങ്ങൾക്കും കൊള്ളാം. ഇത്രയും പെട്ടെന്ന് കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുത്താൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ എല്ലാം നിങ്ങളുടെ അനിയത്തി അങ്ങ് കൊണ്ടുപോകുവേ. പിന്നെ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. നമ്മുടെ നവ്യക്ക് ഇതങ്ങ് മനസ്സിൽ കൊള്ളുകയാണ് കേട്ടോ. നയനയ്ക്ക് ആദർശ് മാല വാങ്ങിക്കൊടുത്തല്ലോ. അബിയാണെങ്കിൽ എനിക്കൊന്നും മേടിച്ചു തന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അബിയോട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്. അബി, നീ എനിക്കൊരു മാല പോയിട്ട് ഒരു സാരി പോലും എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ? ഇപ്പം കണ്ടോ ആദർശേട്ടൻ, അവൾക്ക് പിറന്നാളിന് 10 പവൻ്റെ മാലയാണ് വാങ്ങിക്കൊടുത്തേക്കുന്നത്. നിന്നെ കൊണ്ട് അതിന് വല്ലതും സാധിക്കുമോ? നീയും ഈ അനന്തപുരിയിലെ കൊച്ചുമോൻ തന്നെയല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അബി പറയുന്നുണ്ട്, എനിക്ക് അത്രയും വലിയ ഗിഫ്റ്റൊന്നും മേടിച്ചു തരാനുള്ള കാശ് എൻ്റെ കയ്യിലില്ല. എനിക്ക് നമ്മുടെ ജ്വല്ലറിയിലെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല പോലും ഇല്ലായിരുന്നല്ലോ. ഇനിയിപ്പോൾ എന്നെക്കൊണ്ടും അങ്ങനെയൊക്കെ സാധിക്കും. ഇപ്പോൾ ഒരു ജ്വല്ലറി എൻ്റെ കയ്യിൽ കിട്ടിയല്ലോ. ഇനിയിപ്പം നീ കണ്ടോണം നിനക്ക് ഞാൻ എന്തെല്ലാമാ വാങ്ങിത്തരാൻ പോകുന്നതെന്ന്. അപ്പം നവ്യ പറയുന്നുണ്ട്, നീയും ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം. കാരണം അവൾക്ക് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എനിക്കും കിട്ടണം എന്നൊരു വാശി എനിക്കുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം അഭി പറയുന്നുണ്ട്, എൻ്റെ നവ്യയെ നീ ഒന്ന് അടങ്ങ്. എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് ഞാൻ നല്ലൊരു മാല മേടിച്ചു തരാമെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ അഭി നവ്യയ്ക്ക് ഒരു മാലയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇത് സ്വർണ്ണമൊന്നും അല്ല, സ്വർണം പൂശിയതാണ്. മുക്ക് പണ്ടമേ ഞാനിവക്ക് കൊടുക്കുകയുള്ളൂ. അങ്ങനെ വിലപിടിപ്പുള്ള ആഭരണങ്ങളൊന്നും ഇട്ടുകൊണ്ട് നീ അങ്ങനെ ഞെളിയണ്ട. അതിനുള്ള ആളൊന്നും ആയിട്ടില്ല നീ. ഇപ്പം ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഈ സ്വത്തുക്കളിലൊക്കെ ഒന്ന് വീതം വെക്കാനായിട്ട് ഇവിടെ ഒരു കുടുംബകലഹം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നിന്നെ ചാക്കിലാക്കി ഞാൻ നിൽക്കുന്നത്. പിന്നെ ഈ ചന്തുമോളുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് തലയുരുകയും വേണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നിന്നെ ഞാൻ സോപ്പിട്ട് നിർത്തുന്നത്. അതുകൊണ്ടാ. അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നിന്നെ ഞാനിപ്പോൾ അടിച്ച് പുറത്താക്കിയെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനോട്ടോ നമ്മുടെ അബി. എന്നിട്ട് നവിയോട് ഭയങ്കര സ്നേഹത്തോടെ തന്നെ ആ മാല ഇടിയിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അഭി നവിയോട് പറയുന്നുണ്ട്, ആദർശ് നയനയ്ക്ക് മേടിച്ചു കൊടുത്തതിനേക്കാളും നല്ല മാല തന്നെയാണ് ഇത്. നമുക്ക് ഇനിയും ഇതുപോലെ ഒരുപാട് മാലകൾ മേടിക്കണം. നിനക്ക് ഇനി ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ കൊണ്ടുതരും. നീയും കുഞ്ഞുമാണ് ഇനി എൻ്റെ ജീവിതം. എൻ്റെ ജീവിതത്തിൽ നീയും കുഞ്ഞും കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരും.
ഇനിയിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 3 പേരും മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. സന്തോഷത്തോടെ നവ്യ ആ മാലയൊക്കെ ഇട്ട് ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ആദർശ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തേക്ക് തന്നെ നമ്മുടെ അബി അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ആദർശ് ഇപ്പോൾ ആ ബ്രാഞ്ച് നല്ലപോലെ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. സ്ഥാനക്കയറ്റം കൊടുക്കണം, ഒരു ജ്വല്ലറിയും കൂടെ അബിയുടെ പേരിലാക്കണം, 2 ജ്വല്ലറിയുടെ ചുമതലകൾ അബി ചെയ്യട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. അതിനേക്കാളും ചെറുപ്പമാണ് അനിക്ക് പോലും 3 ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അബിക്ക് 2 ബ്രാഞ്ചിന്റെ ചുമതല കൊടുക്കാത്തത്? അബിക്ക് ഇപ്പോൾ 1 ബ്രാഞ്ചിന്റെ ചുമതലയല്ലേ ഉള്ളൂ. അബിക്കിപ്പോൾ ഒരു കുടുംബം ഉള്ളതല്ലേ, അതുകൊണ്ട് അബിക്ക് 1 ബ്രാഞ്ചിന്റെ ചുമതലയും കൂടെ കൂട്ടി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ആദർശിന് ഒട്ടും ഇഷ്ടപ്പെടുന്നുമില്ല. കാരണം അബിയെ ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അബിയുടെ ഈ കള്ളത്തരങ്ങളൊക്കെ, അതായത് അബി ബ്രാഞ്ചിൽ കാണിക്കുന്ന കള്ളത്തരങ്ങളൊക്കെ നോട്ട് ചെയ്യാനായിട്ട് അവിടുത്തെ മാനേജറെ, നമ്മുടെ പുതിയൊരു മാനേജറെ തന്നെ നമ്മുടെ ആദർശും മുത്തശ്ശനും കൂടെ നിയമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അബി അവിടെ കാണിക്കുന്ന എല്ലാ കള്ളത്തരങ്ങളും ആ മാനേജർ മുഖേന ആദർശും മുത്തശ്ശനും അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അബി നമ്മുടെ ജ്വല്ലറിയിൽ കുറേ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ പണമൊക്കെ അവിടെ നിന്ന് മോഷ്ടിക്കുന്നുമുണ്ട്. അങ്ങനെ നന്ദു ആണെങ്കിൽ എസ് എ ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. നന്ദുവിൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നന്ദു സ്വന്തം നാട്ടിൽ തന്നെ എസ് എ ആയിട്ട് ജോയിൻ ചെയ്യുകയാണ്. ഇതൊക്കെ അറിയുമ്പോഴേക്കും കനകനും ഗോവിന്ദനും നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട്. ഇത് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, നമ്മുടെ അഭിമാനമാണ് നമ്മുടെ നന്ദുവേട്ടൻ. നന്ദുമോള് ഇവിടെ തന്നെ ചാർജ് എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മളെ കളിയാക്കിയവരുടെ മുമ്പിലൂടെ അവളൊരു എസ് എ ആയിട്ട് പോകുമ്പോഴേക്കും അതിൽ പല സന്തോഷമില്ല എന്നൊക്കെ നമ്മുടെ ഗോവിന്ദനും പറയുകയാണ് കേട്ടോ. നയനയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, നന്ദുമോള് നമ്മുടെ നാട്ടിൽ തന്നെ എസ് ഐ ആയിട്ട് ചാർജ് എടുക്കുകയല്ലേ, ഇതിൽ പര ഒന്നും വേണ്ട, ഒരുപാട് സന്തോഷമാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, നന്ദുവിനെ പോലെ ഒരു കുട്ടി എസ് ഐ ആകുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. മുഖം നോൽക്കാതെ വേണ്ട കാര്യങ്ങൾ നല്ല രീതിക്ക് തന്നെ ചെയ്തോളും, ന്യായത്തിൻ്റെ കൂടിയേ അവൾ നിൽക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നയനയും പറയുന്നുണ്ട്, അതാ ആദർശേട്ടാ എനിക്കും പേടി, ആരെ എന്താ നോക്കാതെ ഒന്നിനും ഒരു വിട്ടുവീഴ്ചയില്ലാതെ അവൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതുകൊണ്ട് അവൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ നയന. അങ്ങനെ നന്ദു ചാർജ് എടുത്ത് കഴിയുമ്പോഴേക്കും തന്നെ നന്ദു മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അബിയുടെ കള്ളത്തരങ്ങൾ പൊളിക്കണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ചന്തുമോളുടെ അച്ഛൻ ആരാന്നുള്ളത് കണ്ടെത്തണമെന്നും അതിൻ്റെ പേരിൽ നയനേച്ചിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നില്ലേ, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരണം എന്നൊക്കെയാണ് നമ്മുടെ നന്ദു വിചാരിക്കുന്നത്. അങ്ങനെ ജ്വല്ലറിയിലെ കേസുകളൊക്കെ മുന്നിലോട്ട് വരികയാണ് കേട്ടോ. ജ്വല്ലറിയിലെ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ഓർണമെന്റ്സ് ആക്കി വിൽക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അബിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം തെളിയുകയും ചെയ്യുകയാണ്. അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്യാൻ മുത്തച്ഛൻ തന്നെ നന്ദുവിനോട് പറയുന്നുണ്ട്. അബി ഇങ്ങനെ ജ്വല്ലറിയിൽ ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കാര്യങ്ങളെല്ലാം തെളിയിക്കണം, അവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടണം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ, എന്തായാലും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയെ അനുഭവിക്കണം എന്നൊക്കെ മുത്തച്ഛനും പറയുന്നുണ്ട്. അങ്ങനെ ഇതറിയുമ്പോഴേക്കും നമ്മുടെ നവിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ വരികയാണ് കേട്ടോ. നവി വിചാരിക്കുകയാണ്, നയനയും അതുപോലെ നമ്മുടെ നന്ദുവും കൂടെ ചേർന്നാണല്ലോ അബിയെ കുടുക്കിയിരിക്കുന്നത്, ആദർശ് ചെയ്ത കള്ളത്തരങ്ങളെല്ലാം അബിയുടെ തലയിലേക്കാണല്ലോ വെച്ച് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ നല്ല ദേഷ്യത്തോടെ തന്നെ നവി ഈ കാര്യങ്ങളെല്ലാം ആദർശിനോട് പറയുകയാണ്, എന്താ നിങ്ങൾ ചെയ്തത്, അബിയെ നിങ്ങൾ കുടുക്കിയല്ലേ, അവൻ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല, ഇത്രയും വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്ന നിങ്ങൾ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തത്, എന്നിട്ട് മനഃപൂർവ്വം ഇതൊക്കെ അവൻ്റെ പേരിൽ നിങ്ങൾ ചുമത്തിയതല്ലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പണ്ട് അവൻ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം അവൻ്റെ സ്വഭാവം അടിമുടി മാറി. ഇപ്പോൾ അവൻ ഒരു കള്ളത്തരവും ചെയ്യുന്നില്ല, അവൻ എന്നെയും കുഞ്ഞിനെയും അവന് ജീവനാ, അവനിപ്പോൾ ഒരു കള്ളത്തരവും കാണിക്കുന്നില്ല, അവൻ എല്ലാ കാര്യങ്ങളും എന്നോട് വന്ന് പറയാറുണ്ടായിരുന്നു, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ വാദിക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. ഉടനെ തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഒരിക്കലും ഇനി ഇവിടെ നിൽക്കില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, ഇങ്ങനെ ഇരട്ടത്താപ്പ് കാണിക്കുന്ന വീട്ടിൽ എനിക്ക് നിൽക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആദർശിനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ നവ്യ. ആദർശിനെ ഇങ്ങനെ മോശപ്പെടുത്തി കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. എന്നിട്ടും അബിയാണ് തെറ്റുകാരൻ എന്നുള്ള കാര്യം നമ്മുടെ നയന ഇങ്ങനെ പറയാതിരിക്കുകയാണ് കേട്ടോ. അബിയുടെ സ്വഭാവത്തിൽ അടിമുടി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അബി ഇപ്പം നല്ലപോലെയാണ് ജീവിക്കുന്നത്, ഒരു തെറ്റും ചെയ്യുന്നില്ല, നവ്യനെയും കുഞ്ഞിനെയും നല്ലപോലെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെയുള്ള ഒരു തോന്നലാണ് നമ്മുടെ നവ്യ അബിയെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. പക്ഷേ അബിയാണ് ഇവിടെ മൊത്തം ചതികളും കാണിക്കുന്നത് എന്നുള്ളത് നമ്മുടെ നവ്യ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ആദർശിനെ കുറേ കുറ്റപ്പെടുത്തിയതിന് ശേഷം നവ്യ കുഞ്ഞുമായിട്ട് നന്ദാവനത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ നയന ആലോചിക്കുന്നുണ്ട്, ചേച്ചി എന്തൊക്കെയാണ് ആദർശേട്ടനെ പറഞ്ഞത്, എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചേച്ചി എന്തുമാത്രം മോശമായിട്ട് ആദർശേട്ടനോട് സംസാരിച്ചത്, ഈ സത്യങ്ങൾ എന്തായാലും ഇനി വെളിപ്പെടുത്തിയേ പറ്റത്തുള്ളൂ, ആദർശേട്ടനെ ഇനി ആരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ആദർശേട്ടനെ ഇങ്ങനെ വിമർശിക്കുന്നതും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിയ നയന നേരെ നന്ദാവനത്തിലേക്ക് തന്നെ ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് നവ്യയെ വിളിച്ച് ഇറക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞതോ അറിഞ്ഞതോ ഒന്നുമല്ല സത്യം,
ഇപ്പൊ ജ്വല്ലറിയിൽ വർഷങ്ങളായിട്ട് കള്ളക്കടത്ത് മോഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഭി തന്നെയാണെന്ന് പറയുകയാണ്. അതിനെന്താ തെളിവുള്ളതെന്നൊക്കെ നവി ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു അവിടെ ഇടപെടുകയാണ് കേട്ടോ. നന്ദു പറയുന്നുണ്ട്, ചേച്ചിക്കാണോ, ചേച്ചിക്ക് തെളിവുകളൊക്കെ കാണണോ? തെളിവുകളെല്ലാം എൻ്റെ പക്കലുണ്ട്. അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ പോലും ആദർശ് ചെയ്ത കുറ്റത്തിന് തെളിവില്ലല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പം നയന സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. ആദർശേട്ടനല്ല ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്, ചന്തുമോളുടെ അച്ഛൻ അഭി തന്നെയാണ്. നിങ്ങളുടെ ജീവിതം തകരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ആദർശേട്ടനും ഞാനും മുത്തശ്ശനും എല്ലാവരും കൂടെ ഇത് മറച്ചു വെച്ചത്. വീട്ടിൽ പലർക്കും അറിയാം, അമ്മയ്ക്കുൾപ്പെടെ. ഇങ്ങനൊരു സംശയം ഞങ്ങൾക്ക് തോന്നിയപ്പോൾ തന്നെ ഞങ്ങൾ DNA ടെസ്റ്റും ചെയ്തു നോക്കിയതാണ്. അതിൻ്റെ റിസൾട്ടും ഞങ്ങളുടെ കൈവശം തന്നെയുണ്ട്. ചന്തുമോളുടെ അച്ഛൻ അഭി തന്നെയാണ്. അഭിക്കും അനഘയ്ക്കും ഉണ്ടായ കുഞ്ഞാണ് ചന്തുമോൾ എന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ നവ്യയ്ക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. നവ്യ ഞെട്ടിപ്പോവുകയാണ്. സത്യം അറിയുമ്പോഴേക്കും നമ്മുടെ കനകയും ഗോവിന്ദനും നവ്യയും ഒക്കെ കൂടെ ഞെട്ടിപ്പോവുകയാണ്. ആദർശല്ലല്ലോ അഭി തന്നെയാണല്ലോ ഈ തെറ്റും ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഓർക്കുകയാണ്. എന്നിട്ട് നവ്യ ഉടനെ തന്നെ നയനയോട് മാപ്പ് പറയുന്നുണ്ട്. നവ്യ, നീ എന്നോട് ക്ഷമിക്കണം, ഞാനിതൊന്നും അറിഞ്ഞിട്ടല്ല ചെയ്തത്. ഇങ്ങനെ അഭി ചെയ്യില്ല എന്ന് പറഞ്ഞു, അവൻ എന്നെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നവ്യ പൊട്ടിക്കരയുകയാണ് കേട്ടോ. അഭിയെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു, എന്നിട്ടും അവൻ എന്നെ പിന്നെയും പിന്നെയും വഞ്ചിക്കുകയായിരുന്നു. ഇനി അവൻ ജയിലിൽ തന്നെ കിടക്കട്ടെ, അതാ നല്ലത്. ഇനി ഒരിക്കലും ഞാൻ അവനെ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. അങ്ങനെ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ നയനയുള്ളത്. അതുപോലെ തന്നെ സ്വന്തം അച്ഛനും അമ്മയും ആദർശിനെ കുറ്റപ്പെടുത്തുന്നത് ഒട്ടും സഹിക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു നയനയ്ക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു